പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും കനത്ത പോളിംഗാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രമുഖരും സിനിമാ താരങ്ങളും ഉൾപ്പെടെ പലരും ഇതിനോടകം വോട്ട് ചെയ്തു കഴിഞ്ഞു. അതേസമയം ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥിയും തൃശൂരിലെ വോട്ടറും കൂടിയായ ഇന്നസെന്റിന്റെ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഇന്നസെന്റിന്റെ സഹപ്രവർത്തകനും അടുത്ത സുഹൃത്തുമായ നടൻ സുരേഷ് ഗോപിയാണ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി. എന്നാൽ താൻ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തില്ലെന്നാണ് ഇപ്പോൾ ഇന്നസെന്റ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിൽ ഭാര്യ ആലീസിനും മകൻ സോണറ്റിനും മരുമകൾ രശ്മിക്കുമൊപ്പം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇന്നസെന്റ് ആ രഹസ്യം വെളിപ്പെടുത്തിയത്. സുരേഷ് ഗോപി സുഹൃത്താണ്. കഴിഞ്ഞ തവണ പ്രചാരണത്തിന് വേണ്ടി സുരേഷ് ഗോപി വന്നുവെന്നത് ശരിയാണ്. അന്ന് അദ്ദേഹത്തിന് പാർട്ടിയില്ലായിരുന്നു. ഇന്ന് വേറൊരു പാർട്ടിയിലായിപ്പോയി. എൻ്റെ പാർട്ടി വേറെയും. സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ പറ്റില്ല. എൻ്റെ പാർട്ടിക്കാർക്ക് അത് വിഷമമാകും. വോട്ട് ചെയ്യാനാകില്ലെന്നത് മനസ്സിലായതുകൊണ്ടാകണം തൃശ്ശൂരിലെ വോട്ടറായിട്ട് കൂടി തന്നോട് സുരേഷ് വോട്ട് ചോദിക്കാതിരുന്നത് എന്നും ഇന്നസെന്റ് പറഞ്ഞു. താൻ പഠിച്ച സ്കൂളിലാണ് ഇന്നസെന്റ് വോട്ട് ചെയ്യാനെത്തിയത്. അരമണിക്കൂറോളം ക്യൂ നിന്ന ശേഷമായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്. ക്യൂ നീണ്ടതായതിനാൽ സ്ഥാനാർത്ഥിക്ക് വേഗം വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കാൻ ഉദ്യോഗസ്ഥർ ക്യൂവിൽ നിൽക്കുന്നവരുടെ സഹകരണം ആരാഞ്ഞു. മറ്റു വോട്ടർമാർ മാറിക്കൊടുത്തെങ്കിലും ഇന്നസെന്റ് വരിയിൽ തന്നെ നിന്നു. വോട്ട് രേഖപ്പെടുത്തി മാധ്യമങ്ങളെ കണ്ട ശേഷം ദീർഘനേരം സംസാരിച്ചു. വോട്ട് ചെയ്ത സ്കൂളിന്റെ വരാന്തയിൽ ക്യൂ നിന്നപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. ആ ഓർമ്മയും നടൻ പങ്കുവച്ചു. പണ്ട് പഠിക്കാത്തതിന് ടീച്ചർമാർ വരാന്തയിൽ നിർത്തിയിട്ടുണ്ട്. ഇക്കാര്യം മകൻ സോണറ്റിനോട് പറഞ്ഞപ്പോൾ അവനും പറഞ്ഞു, ഞാനും കുറെ വരാന്തയിൽ നിന്നിട്ടുണ്ട് അപ്പച്ച എന്ന്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ശേഷം ഇന്നസെന്റ് സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല. മത്സരിക്കുന്ന മണ്ഡലത്തിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞാണ് താരം വിടവാങ്ങിയത്. ഇത്തവണയും വിജയപ്രതീക്ഷ താരം പങ്കുവച്ചു. മമ്മൂട്ടി പ്രചരണത്തിനെത്തിയതിനെക്കുറിച്ചും ഇന്നസെന്റിന് മറുപടിയുണ്ട്. സാധാരണ ആളുകൾ, പ്രത്യേകിച്ച് താരങ്ങളൊന്നും എനിക്ക് പിന്തുണയുമായിട്ട് വരാറില്ല. സ്വന്തം പാർട്ടി ഇന്നതാണെന്ന് പറഞ്ഞാൽ സിനിമ കുറയുമോ എന്നാണ് എല്ലാവർക്കും പേടി. മമ്മൂട്ടിക്ക് അങ്ങനെയൊരു പേടിയില്ല. ഒപ്പം വന്ന് പിന്തുണ തന്നുവെന്നും ഇന്നസെന്റ് പറയുന്നു. ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്.